4-5 ദിവസമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? പേടിഎം ബാൻ, RBI അഗെയിൻസ്റ്റ് പേടിഎം പേ ത്രൂ മൊബൈൽ. 2010 വിജയ് ശേഖർ ശർമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് പേടിഎം സ്റ്റാർട്ട് ചെയ്യുമ്പം DTH, മൊബൈൽ റീചാർജ് ഇതിനുവേണ്ടി മാത്രമാണ് പേടിഎം യൂസ് ചെയ്തിരുന്നത്. പിൽക്കാലത്തിൽ ഡെബിറ്റ് കാർഡ്, പോസ്റ്റ് പെയ്ഡ്, ലാൻഡ് ലൈൻ ബിൽ പേയ്മെൻറ്റ് തുടങ്ങിയ എല്ലാ ഓൺലൈൻ ട്രാൻസാക്ഷനും പേടിഎം യൂസ് ചെയ്യാൻ തുടങ്ങി. 2014 വെറും 1.2 കോടി യൂസേഴ്സ് മാത്രം ഉണ്ടായിരുന്ന പേടിഎം വാളറ്റ് ആഡ് ചെയ്തതിലൂടെയും ഇതിൽ ഇന്ത്യൻ റെയിൽവേയും ഊബറും അവരുടെ പേയ്മെൻറ്റ് മെത്തേഡായി ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് 10 കോടി എന്ന വലിയ യൂസർ ബേസ് ആണ്. പിന്നീട് 2017 പേടിഎം ഇന്ത്യയിലെ ആദ്യത്തെ 10 കോടി ഡൗൺലോഡ്സ് ഉള്ള പേയ്മെൻറ്റ് ആപ്ലിക്കേഷനായി മാറി. അതേ വർഷം തന്നെ അവർ പേടിഎം ഗോൾഡ് എന്ന പുതിയ ഫീച്ചറും ഇൻട്രൊഡ്യൂസ് ചെയ്തു. കച്ചവടക്കാർക്കും കസ്റ്റമേഴ്സിനും ഒരേപോലെ പ്രിയപ്പെട്ട സൗണ്ട് ബോക്സ് എന്ന ആശയം വിജയ് ശേഖർ ശർമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വിജയ് ശേഖർ ശർമ്മയ്ക്ക് ഉണ്ടായ ഒരു ദുരനുഭവമാണ് 500 കോടി ലാഭത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ബിൽ പേയ്മെന്റ് സക്സസ് ആയിട്ടും സ്റ്റോർ കീപ്പർക്ക് SMS ലഭിച്ചില്ല എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തെ കടയിൽ തടഞ്ഞു വെച്ചു. ആ പ്രശ്നം അദ്ദേഹം ഒരു ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റി. നിലവിൽ 68 ലക്ഷം യൂസേഴ്സ് ആണ് ഈ സൗണ്ട് ബോക്സ് ഉപയോഗിക്കുന്നത്. അങ്ങനെ 2022 പേടിഎമ്മിൻ്റെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 4974 കോടിയായി. ഇങ്ങനെയുള്ളൊരു കമ്പനിയെ എന്ത് കാരണത്താലാവും RBI ബാൻ ചെയ്യാൻ പോകുന്നത്? 2016 RBI റെഗുലേഷൻസ് പ്രകാരം എല്ലാ പേയ്മെൻറ്റ് ആപ്പുകൾക്കും ഒരു നാഷണലൈസ്ഡ് ബാങ്കുമായി ഇൻ്റഗ്രേഷൻ വേണം. എക്സാമ്പിൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ GPay HDFC ബാങ്കുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഫോൺപേ യെസ് ബാങ്കുമായിട്ട് ലിങ്ക്ഡ് ആണ്. പക്ഷേ പേടിഎം ഉപയോഗിക്കുന്നത് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിങ് ആണ്. ഈ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് RBI പറയുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നില്ല. പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രധാന കോമഡി എന്തെന്നാൽ നമ്മൾ പേടിഎം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയാലോ അല്ലെങ്കിൽ പേടിഎം വാലറ്റിൽ ക്യാഷ് നിക്ഷേപിച്ചാലോ നമ്മൾ പേടിഎം ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉള്ള ആളായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഈ അക്കൗണ്ട് RBI പ്രകാരമുള്ള KYC നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. അവസാനമായി പേടിഎം പേയ്മെൻറ്റ് ബാങ്കിന് സ്വന്തമായി സർവർ ഇല്ല എന്നുള്ളതാണ്. പേടിഎമ്മിൻ്റെ സർവറിൽ തന്നെയാണ് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഡേറ്റയും സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് കിട്ടേണ്ട ഡേറ്റ പ്രൈവസി അവർക്ക് കിട്ടുന്നില്ല. ഈ കാരണങ്ങളാൽ ഹവാല ഇടപാടുകൾക്ക് ആളുകൾ പേടിഎം ഒരു മീഡിയം ആക്കുന്നു. ഇപ്പോൾ ഉണ്ടായ ഈ RBI ബാൻ കാരണം പേടിഎമ്മിൻ്റെ സ്റ്റോക്ക് വാല്യൂ 40% ഇടിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ അവസ്ഥയിലും വിജയ് ശേഖർ ശർമ്മ പറയുന്നത് തങ്ങൾ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരുമെന്നാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.